ഹായ് ഓൾ. ഇൻഹെറിറ്റൻസ് എന്താണ്, അതിന് ഇൻ്റർഫേസുമായുള്ള ബന്ധം എന്താണ്, സൂപ്പർ എന്നുള്ള കീവേഡ് എന്തിനാണ് ഉപയോഗിക്കുക, എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ്, എന്താണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇൻഹെറിറ്റൻസും അതിൻ്റെ ടൈപ്സും ഡിസ്കസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇൻഹെറിറ്റൻസ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ്സിലേക്ക് ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് നാം ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക. ഏത് ക്ലാസ്സിൽ നിന്നാണോ നാം ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് വിളിക്കും. ഏത് ക്ലാസ് ആണോ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ആ ക്ലാസ്സിനെയാണ് നാം പറയുക സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. ഇങ്ങനെ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കാൻ മാത്രമല്ല ഒരു ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഇൻഹെറിറ്റൻസ് നമ്മെ സഹായിക്കുന്നു. ജാവയിൽ എക്സ്റ്റെൻസ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് ഇൻഹെറിറ്റൻസ് നാം പോസിബിൾ ആക്കുന്നത്. ഇൻഹെറിറ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റീയൂസ് ചെയ്യുക എന്നതാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ ഓൾറെഡി ഉള്ള ഒരു ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഹെറിറ്റൻസ് റീയൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നാം പറയുന്നത്. സാധാരണയായി 4 ഇൻഹെറിറ്റൻസ് ആണ് ജാവ പ്രൊവൈഡ് ചെയ്യുന്നത്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആൻഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന ഇൻഹെറിറ്റൻസ് മോഡ് ജാവ ഡയറക്റ്റായി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇൻ്റർഫേസ് എന്ന ഒരു ക്ലാസ് ലൈക്ക് കൺസ്ട്രക്ട് ഉപയോഗിച്ചാണ് നാം ജാവയിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആക്കുന്നത്. ഓരോ ഇൻഹെറിറ്റൻസിൻ്റെയും ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് ഒരേ ഒരു പാരന്റ് ക്ലാസ്സിൽ നിന്ന് മാത്രം ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുക എന്ന പ്രക്രിയയാണ്. എന്നാൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഡിഫറൻറ്റ് സബ് ക്ലാസസ് ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാവുന്നതാണ്. അതേസമയം ഒരു ക്ലാസ് ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്യുന്നത് മറ്റൊരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നാണെങ്കിൽ ആ ടൈപ്പ് ഇൻഹെറിറ്റൻസിനെ നമുക്ക് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഒരു ക്ലാസ് മൾട്ടിപ്പിൾ ക്ലാസ്സസിൽ നിന്നും ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻഹെറിറ്റൻസിനെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാവുന്നതാണ്. ഒരു സബ് ക്ലാസ് ഡിറൈവ് ചെയ്യാനുള്ള ഒരു സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സബ് ക്ലാസ് നെയിം എന്നത് ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നു. അതേസമയം സൂപ്പർ ക്ലാസ് നെയിം എന്നത് ഏത് ക്ലാസ്സിൽ നിന്നാണോ നാം ഫീച്ചേഴ്സ് ഡിറൈവ് ചെയ്യുന്നത് ആ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ എക്സ്റ്റെൻസ് എന്ന കീവേഡ് ഉപയോഗിച്ചാണ് നാം ഇൻഹെറിറ്റൻസ് പോസിബിൾ ആക്കുന്നത്. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന സമയത്ത് സബ് ക്ലാസ്സിന് അതിൻ്റെതായ ഫീച്ചേഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു എക്സാമ്പിൾ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. ഈ എക്സാമ്പിളിൽ എ എന്നൊരു ക്ലാസ് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്ലാസ്സിൽ 2 ഡാറ്റാ മെമ്പേഴ്സും ഒരു മെത്തേഡുമാണുള്ളത്. മെമ്പർ വേരിയബിൾസിൽ ഐ എന്നതൊരു പബ്ലിക് വേരിയബിളും ജെ എന്നതൊരു പ്രൈവറ്റ് വേരിയബിളുമാണ്. നമുക്കറിയാം ഒരു പ്രൈവറ്റ് വേരിയബിളിനെ ഒരിക്കലും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇവിടെ സെറ്റ് ഐ ജെ എന്നൊരു മെത്തേഡ് ഐയുടെയും ജെയുടെയും വാല്യൂസിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ബി എന്നൊരു ക്ലാസ് നാം ക്രിയേറ്റ് ചെയ്യുന്നു. ബി എന്ന ക്ലാസ് എ എന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു ക്ലാസ് ആണ്. അതായത് ബിയെ സംബന്ധിച്ചിടത്തോളം എ എന്നത് ഒരു സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ് ആണ്. ബി എന്ന ക്ലാസ്സിന് ഒരു ഡാറ്റാ മെമ്പറും ഒരു മെത്തേഡുമാണുള്ളത്. ബിയുടെ മെത്തേഡിൽ നാം ഐയുടെയും ജെയുടെയും വാല്യൂ ആഡ് ചെയ്ത് ടോട്ടൽ എന്ന മെമ്പർ വേരിയബിളിൽ സേവ് ചെയ്യുന്നു. പക്ഷേ ജെ എന്നത് സൂപ്പർ ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പർ ആയതുകൊണ്ട് നമുക്കതൊരിക്കലും ആക്സസ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നാം അവിടെ എഴുതുകയാണെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് ആണ് ലഭിക്കുക. നമുക്കറിയാം ഒരു ജാവ പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് ഒരു മെയിൻ മെത്തേഡാണ്. സോ
ഒരു മെയിൻ മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലാസ് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ക്ലാസ്സിൽ ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നാം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് സം എന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നു. സം എന്ന മെത്തേഡ് ടോട്ടൽ എന്ന മെമ്പറിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ്. പക്ഷേ അവിടെ ജെ എന്ന പ്രൈവറ്റ് വേരിയബിൾ ആക്സസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരിക്കലും ടോട്ടൽ ഇനീഷ്യലൈസ് ആയി ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാനായി ജെയുടെ തൊട്ടു മുമ്പിലുള്ള പ്രൈവറ്റ് എന്ന ആക്സസ് സ്പെസിഫയറെ റിമൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന ക്ലാസ്സിന് എ എന്ന സൂപ്പർ ക്ലാസിൻ്റെ എല്ലാ ഡാറ്റാ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഒരു സബ് ക്ലാസ്സിൽ കൺസ്ട്രക്ടേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ക്ലാസ്സസിലെ ഡാറ്റാ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടാതെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺസ്ട്രക്ടേഴ്സ് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, ഇൻഹെറിറ്റൻസ് എന്നത് സൂപ്പർ ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ്. ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത ഒരു സബ് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സബ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആദ്യമേ ഇനീഷ്യലൈസ് ആയിരിക്കണം. അതായത് നാം ഇൻഹെറിറ്റ് ചെയ്യുന്ന സൂപ്പർ ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ സബ് ക്ലാസ്സിൽ കൺസ്ട്രക്ടർ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ സബ് ക്ലാസ് കൺസ്ട്രക്ടറാണ് സൂപ്പർ ക്ലാസിൻ്റെ ഡാറ്റാ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യേണ്ട പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിലെ ഡാറ്റാ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡാണ് സൂപ്പർ എന്ന കീവേഡ്. ഈ സൂപ്പർ എന്ന കീവേഡ് ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ക്ലാസിൻ്റെ ഡാറ്റാ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യും. ഈ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിക്കാൻ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായ കണ്ടീഷനാണ് സൂപ്പർ കോൾ എല്ലായ്പ്പോഴും സബ് ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലെ അല്ലെങ്കിൽ മെത്തേഡിലെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കണം. നാം പറഞ്ഞു, ആദ്യം സൂപ്പർ ക്ലാസിൻ്റെ ഡാറ്റാ മെമ്പേഴ്സ് ഇനീഷ്യലൈസ് ആയാൽ മാത്രമേ ആ ഡാറ്റാ മെമ്പേഴ്സിനെ സബ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് സൂപ്പർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റായി ഉപയോഗിക്കുന്നത്. കൂടാതെ സൂപ്പർ എന്ന കീവേഡ് ഉപയോഗിച്ച് സൂപ്പർ ക്ലാസിൻ്റെ കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ക്ലാസ് കൺസ്ട്രക്ടറിൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പും ഓർഡറും സൂപ്പറിൽ കൊടുക്കുന്ന വാല്യൂസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവുന്നതാണ്. ഇവിടെ ബോക്സ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബോക്സ് എന്ന ക്ലാസ്സിന് വിഡ്ത്ത്, ഹൈറ്റ് ആൻഡ് ഡെപ്ത് എന്ന 3 ഡാറ്റാ മെമ്പേഴ്സും വോളിയം എന്ന ഒരു മെത്തേഡുമാണുള്ളത്. കൂടാതെ ബോക്സ് എന്ന ക്ലാസ്സിന് 3 ഡബിൾ വാല്യൂസ് സ്വീകരിക്കുന്ന ഒരു കൺസ്ട്രക്ടറുമുണ്ട്. ഈ കൺസ്ട്രക്ടറാണ് ബോക്സിൻ്റെ ഡാറ്റാ മെമ്പേഴ്സായ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് എന്നിവയെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നാം ബോക്സ് എന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് ബോക്സ് വെയ്റ്റ് എന്ന ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബോക്സ് വെയ്റ്റ് എന്ന സബ് ക്ലാസ്സിന് വെയ്റ്റ് എന്ന ഡാറ്റാ മെമ്പറും ഒരു കൺസ്ട്രക്ടറുമാണുള്ളത്. ബോക്സ് വെയ്റ്റ് എന്ന കൺസ്ട്രക്ടർ 4 ആർഗ്യുമെൻസിനെ സ്വീകരിക്കുന്നു. ഇതിൽ ആദ്യത്തെ 3 ആർഗ്യുമെൻറ്റ്സ് സൂപ്പർ ക്ലാസിൻ്റെ ഡാറ്റാ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയും അവസാനത്തെ ആർഗ്യുമെൻറ്റ് ബോക്സ് വെയ്റ്റിൻ്റെ ഡാറ്റാ മെമ്പറായ വെയ്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയുമാണ്. ബോക്സ് വെയ്റ്റ് എന്ന കൺസ്ട്രക്ടറിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സൂപ്പർ ഓഫ് w,h,d എന്നതാണ്. ബോക്സ് വെയ്റ്റ് എന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബോക്സ് വെയ്റ്റിൻ്റെ കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുകയും ഈ കൺസ്ട്രക്ടർ സൂപ്പർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. സൂപ്പർ എന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബോക്സ് വെയ്റ്റിൻ്റെ ഇമ്മീഡിയറ്റ് പാരന്റ് ക്ലാസ്സായ ബോക്സ് എന്ന ക്ലാസിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യപ്പെടും. അതായത് സൂപ്പർ ഓഫ് w,h,d എന്ന സ്റ്റേറ്റ്മെൻറ്റ് ബോക്സ് ഓഫ് w,h,d എന്ന സ്റ്റേറ്റ്മെൻറ്റിന് തുല്യമാണ്. അതുകൊണ്ട് സൂപ്പർ എന്ന ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ
ബോക്സ് എന്ന പാരന്റ് ക്ലാസ്സിലെ എല്ലാ ഡാറ്റാ മെമ്പേഴ്സും ഇനീഷ്യലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. തൊട്ടു മുമ്പിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നാം ഒരു മെയിൻ മെത്തേഡുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ മെയിൻ മെത്തേഡിന്റെ ഉള്ളിൽ ബോക്സ് വൈറ്റ് എന്ന സബ് ക്ലാസ്സിന് myBox1 എന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. myBox എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബോക്സ് വൈറ്റ് എന്ന ക്ലാസിന്റെ കൺസ്ട്രക്ടേഴ്സിന് വേണ്ടി 4 ആർഗ്യുമെന്റ്സ് നാം പാസ് ചെയ്തിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ 3 ആർഗ്യുമെന്റ് ആയ 10, 20, 15 എന്നീ വാല്യൂസ് ബോക്സ് എന്ന ക്ലാസിന്റെ ഡാറ്റാ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കൂടാതെ അവസാനത്തെ വാല്യൂ ആയ 34.3 എന്നത് ബോക്സ് വെയ്റ്റിന്റെ സ്വന്തം ഡാറ്റാ മെമ്പറായ വെയ്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനുശേഷം myBox1 എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അതിന്റെ സൂപ്പർ ക്ലാസ് ആയ ബോക്സിന്റെ വോളിയം എന്ന മെത്തേഡിനെ നാം ഇൻവോക്ക് ചെയ്യുന്നു. ഈ വോളിയം എന്ന മെത്തേഡ് ബോക്സ് എന്ന ക്ലാസ്സിലെ ഡാറ്റാ മെമ്പേഴ്സ് ആയ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് എന്നിവ ഉപയോഗിച്ച് ബോക്സിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുകയും അത് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഈ റിട്ടേൺ ചെയ്ത വോളിയം നാം പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം myBox1ന്റെ പബ്ലിക് ഡാറ്റാ മെമ്പറായ വെയ്റ്റും നാം പ്രിന്റ് ചെയ്യുന്നു. സോ ഇതിന്റെ ഔട്ട്പുട്ടായി myBox1ന്റെ വോളിയം 3000 എന്നും myBox1ന്റെ വെയ്റ്റ് 34.3 എന്നും നമുക്ക് പ്രിന്റ് ചെയ്ത് ലഭിക്കും.